സമൂസ ഇതുവരെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ഞാൻ എത്ര മണിക്കൂർ മുമ്പ് ഫോൺ വിളിച്ചു പറഞ്ഞതാ. അതെ, ഇത് സമൂസയാണ്. ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. കേക്ക് ആകുമ്പം പെട്ടെന്ന് ഉണ്ടാക്കാവല്ലോ. ആരാ പറഞ്ഞ കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന്? കേക്ക് ഉണ്ടാക്കാൻ എന്ത് പ്രയാസമാണെന്ന് തനിക്കറിയാമോ? അതെ, കേക്കൊക്കെ ആർക്ക് വേണേലും ഉണ്ടാക്കാലോ. പക്ഷെ ഇത്രയും ടേസ്റ്റുള്ള സമൂസ ഈ ചായക്കട ചേട്ടന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ. ഓ അങ്ങനെയോ? താൻ പറയുന്ന പോലെ ആർക്ക് വേണമെങ്കിലും കേക്ക് ഉണ്ടാക്കാമെങ്കിൽ നാളെ കേക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. മേയർ സാർ നേരിട്ട് ആ ട്രോഫി തരുന്നേ. നിങ്ങളൊരു കേക്കൊക്കെ ഉണ്ടാക്കി വാ, കാണാം ആരാ ജയിക്കുന്നതെന്ന്. എന്നാ ശരി, നാളെ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് കോമ്പറ്റീഷനിൽ ജയിച്ച് കാണിക്കുകയും ചെയ്യാം, അല്ലേ പത്ലു? നീ പറഞ്ഞു കഴിഞ്ഞല്ലോ, നമുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഇവിടുന്ന് ഓടാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ കേക്ക് പോലെ ബേക്ക് ചെയ്യും. നിക്കണവിടെ. വാ, കേക്ക് കോമ്പറ്റീഷൻ തുടങ്ങാറായെന്നാ തോന്നുന്നേ. വണ്ടി നിർത്തണേ. ഈ ജോണിനെ പിടിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് വയ്യ. എന്റെ ഡാഡി. എന്റെ ചിങ്കം സാറേ, ഈ കേക്ക് ഒന്ന് പിടിക്കും നിങ്ങള്. ഞങ്ങൾ ചെന്ന് ആ ജോണിനെ പിടിച്ചോണ്ട് വരാം. ഇതെന്ത് കേക്കോ? കേക്ക്. മോട്ടു പത്ലു, താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട് മോട്ടു പത്ലു. ഓ ചിങ്കൻ സാറേ, ആരോടായി നന്ദിയൊക്കെ പറയുന്നത്? മോട്ടു പത്ലുവിനെ പോലെ സുഹൃത്തുക്കൾ കിട്ടുന്നത് വളരെ അപൂർവമാണ്. നിങ്ങൾക്കറിയോ, ഇന്ന് ശരിക്കും എന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ഞാൻ പോലും അത് മറന്നു. അവർക്കത് ഓർമ്മയുണ്ടായിരുന്നു. ഇതാ എനിക്ക് വേണ്ടി അവർ കേക്ക് ഉണ്ടാക്കി വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ ബൈക്കിൽ നിന്ന് താഴെ വീണപ്പോ അവര് ജോണിനെ പിടിക്കാൻ പോയിരിക്കുകയാണ്. പൊളിച്ചെടുത്തല്ലോ. സമയം കളയാതെ നമുക്ക് കേക്ക് മുറിക്കാം. ഈ കേക്കിന് നല്ല രുചി ഉണ്ടാവും ട്ടോ. അതെ അതെ, ആ കേക്ക് അങ്ങ് മുറിക്ക് ചിങ്കൻ സാറേ. മോട്ടുവും പത്ലുവും ജോണിനെ പിടിച്ചു കഴിഞ്ഞ് എത്ര നേരത്തിനുള്ളിൽ വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാറേ. ചിലപ്പോ രാത്രിയൊക്കെ ആയെന്ന് വരാം. മോട്ടു പത്ലു, താങ്ക് യു ഫോർ ദ കേക്ക്. എനിക്ക് നിങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ടില്ല. എവിടെ? ഗിഫ്റ്റ് വേണോ?
ഗിഫ്റ്റ് വേണോ? 10 പേരും ഇയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം. എന്റെ അമ്മോ, എന്റെ 14 ദിവസമായിട്ട് എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? എന്റെ അമ്മോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ഓടി ഓടി വിശന്നിട്ട് കുടല് കരിയുന്നു. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ കേക്ക് കഴിക്കാനുള്ള സമയമായെന്ന്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. നിൽക്കൂ, അത് കഴിക്കാൻ പാടില്ല. ഭാഗ്യം കൊണ്ട് അവന്മാര് മുഴുവനും കഴിച്ചില്ല. വേഗം പോകാം, അല്ലെങ്കിൽ കേക്ക് കോമ്പറ്റീഷൻ കഴിയും. വേഗം കുറച്ച് സമൂസകൾ കഴിച്ചേക്കാം. എന്റെ മോട്ടു, ഒരു ദിവസം നിനക്ക് സമോസനെ വെറുതെ വിടാൻ പറ്റില്ലേ? ഇപ്പൊ തന്നെ നമ്മള് ലേറ്റാ. ചായക്കട ചേട്ടാ, ഞങ്ങളിപ്പോ കേക്ക് കോമ്പറ്റീഷൻ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുക. പെട്ടെന്ന് ഞങ്ങളോട് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു നോക്കട്ടെ. എന്റെ ഓൾ ദ ബെസ്റ്റ് എപ്പോഴും നിങ്ങളുടെ ഒക്കെ തന്നെ കൂടെ ഉണ്ട്. അതല്ല, സമൂസ ഇല്ലാതെ ഒരാളോട് ഓൾ ദി ബെസ്റ്റ് പറയാന്ന് വെച്ചാൽ അത് ശരിയല്ല. സമൂസ തന്നിട്ട് പറയൂ. ഒരു സമോസ പോലും തരില്ല ഞാൻ. ഇന്നലെ എന്നെ വിഡ്ഢിയാക്കി കടന്നു കളഞ്ഞല്ലേ. ഒക്കെ അവിടുന്ന് ദാ നിക്കുന്നു മോട്ടു. എന്റെ 2 മാസത്തെ റേഷന്റെ കാശ് അവൻ തന്നിട്ടില്ല. തന്റെ മാത്രല്ല, എന്റെ പച്ചക്കറിയുടെ, ഇയാളുടെ പാലിന്റെ, അയാളുടെ പലചരക്കിന്റെ ഒന്നിന്റെ പൈസ കൊടുത്തിട്ടില്ല. തനിയെ കേക്ക് ഉണ്ടാക്കി അവൻ കഴിക്കുക. നമുക്ക് തരാൻ പൈസയും ഇല്ല അവന്റെ കയ്യിൽ. നിക്കടാ അവിടെ, എങ്ങോട്ടാ ഓടുന്നത്? പിടിക്കാൻ വരെ. ഞാൻ നിൽക്കാനവിടെ. എവിടേക്ക് ഓടുന്നു? അവിടെ. നിക്കടാ അവിടെ. എവിടെ വരെ ഓടും? പൈസ തന്നിട്ട് പോടാ. നിക്കടാ അവിടെ. ആ മോട്ടു, ഒന്ന് ആ കേക്ക് പോടാ. ഒന്ന് നിക്ക്. നിങ്ങളെല്ലാവരും ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ മോട്ടു, നീ എന്തിനാ അവിടെ നിക്കുന്നേ? നീയല്ലേ ഇപ്പൊ നിക്കാൻ പറഞ്ഞത്? നിക്കേന്ന്. എവിടെ പോയി അവന്മാര്? എന്റെ കേക്ക് മുഴുവനും തീർന്നു പോയി. പത്തുലു, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? കോമ്പറ്റീഷൻ കേക്കിന്റെ അല്ലാതെ കേക്ക് പീസിന്റെ അല്ല. മോട്ടുപത്രു, നിങ്ങൾ ഈ കേക്ക് എടുത്തോണ്ട് എങ്ങോട്ടാണ് ഓടിക്കളഞ്ഞത്? എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആദ്യം നിങ്ങൾ എനിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കി, പക്ഷെ എനിക്കത് കഴിക്കാൻ പോലും തന്നില്ല. ഒരു ബർത്ത്ഡേ വിഷ് പോലും എനിക്ക് ചെയ്തില്ല. മാത്രമല്ല, ഗിഫ്റ്റ് ചോദിച്ചപ്പോ നിങ്ങൾ എന്നെ തല്ലി ചതച്ചു. പറയൂ 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 പറയൂ, എന്തുകൊണ്ട്? വൈ 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 വൈ? ചിങ്കം സാറെ മിണ്ടാതിരുന്നോ? അവന്റെ തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുക. എനിക്കങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. എന്റെ കേക്ക് എവിടെ പോയി? എന്തുകൊണ്ട് ഗിഫ്റ്റ് തന്നില്ല? എന്തുകൊണ്ട് പാർട്ടി വെച്ചില്ല? പിടിച്ചോ കേക്ക്. ഇത് ഇരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതിന് മാത്രം ഞാനിപ്പോ എന്താണ് ഇവിടെ പറഞ്ഞത്? തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. പൊളിച്ചെടുത്തല്ലോ. ഈ മോട്ടുണ്ടത് എന്താ പറ്റിയത്? ഞങ്ങളുടെ കൂടെ വാ, അപ്പ എല്ലാം മനസ്സിലായിക്കോളും. ഇനി മത്സരാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ കേക്കുമായിട്ട് പെട്ടെന്ന് വരേണ്ടതാണ്. ഇല്ലെങ്കിൽ ഞാൻ റിസൾട്ട് പറയാൻ പോവുകയാണ്. നീ എന്തിനാ കറാന്നേ മോട്ടു? കണ്ടസ്റ്റൻസ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ കേക്കാണില്ലാത്തത്. സാറേ, ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ.
ഇത്ര ചെറിയ കേക്കാണോ ഉണ്ടാക്കിയേ? ഇപ്പൊ മനസ്സിലായില്ലേ കേക്ക് ഉണ്ടാക്കുന്നത് വളരെ പ്രയാസമാണെന്ന്. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക് എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. മേയർ സാറേ, ഞങ്ങളുടെ കേക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്. വായി കൂടെ കപ്പലോടും. എല്ലാവരും പിടിച്ചു വലിച്ച് തിന്നായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാ ഞങ്ങൾ ഈ പീസ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു പ്രശ്നവും ഇല്ല, തരൂ, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് സമൂസ കേക്കാണ്. സമൂസ കേക്ക് കൊള്ളാം, അടിപൊളി. കൊള്ളാം കൊള്ളാം, എന്ത് നല്ല ടേസ്റ്റ്. ഇവർക്കാണ് ഫസ്റ്റ്. മേയർ സാർ, നിങ്ങൾ ബാക്കി കേക്കും കഴിക്കൂ. സാർ സമൂസ മാത്രമാണ് ഇപ്പൊ കഴിച്ചത്. ഓഹോ, സോറി സോറി. ഈ കേക്ക് തന്നെയാണ് ഏറ്റവും രുചികരമായ കേക്ക്. മോട്ടോനും പത്ലുവിനും 1ാം സമ്മാനം കൊടുക്കുകയാണ്.